20-ാമത്തെ സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. അപ്പോൾ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് നമ്മൾ ശ്രമിക്കണം. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായമരുളട്ടെ. സിയോനിൽ നിന്നെ തുണയ്ക്കുമാറാകട്ടെ. ദൈവമേ, ഈ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങളെ സഹിക്കണമേ. ഞങ്ങൾ ജീവിതത്തിൽ വിജയം നൽകണമേ. ജീവിതമെന്ന് പറയുന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണം. നിൻ്റെ വഴിപാടുകൾ അവിടെ നിന്ന് ഓർക്കുമാറാകട്ടെ. നിൻ്റെ ദഹനബലികളിൽ അവിടെ നിന്ന് സംപ്രീതനാകട്ടെ. വളരെ മനോഹരമായ പ്രാർത്ഥനയാണിത്. കർത്താവേ, അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉദ്യമങ്ങളും സഫലമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ വിജയ പതാക പാറിക്കാനായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം യാചിക്കുക. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. കർത്താവ് നിൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവം തീർച്ചയായും നമ്മെ സഹായിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളും. വലതു കൈ കൊണ്ട് മഹത്തായ വിജയം നൽകും. അപ്പോൾ മഹത്തായ വിജയത്തിന് വേണ്ടിയുള്ള നമുക്ക് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തന രഥത്തിലേക്ക് പോകാനായിട്ട് ചില രഥങ്ങളിലും മറ്റ് ചില കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ വലിയ ശക്തിയോ കുതിരശക്തിയോ രഥങ്ങളുടെ എണ്ണങ്ങളോ കൊണ്ടല്ല നമ്മൾ ജയിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. കർത്താവേ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഈ മനോഹരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ചെല്ലുക. നമ്മുടെ ജീവിതത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരിലേക്ക് അങ്ങയുടെ സാന്നിധ്യവും സമാധാനവും നൽകണമേ. ശക്തി ഇവരിൽ പ്രസരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.